നവകേരള മാർച്ചിനോടനുബന്ധിച്ച് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഇടുക്കി ചെറുതോണിയിൽ സംസാരിക്കുകയാണ്. തത്സമയം. എല്ലാവരും സോദരത്വേന വാഴുന്ന നാടാണ്. ഈ അവസ്ഥ തുടരണം. ഇത് തകർക്കാൻ വേണ്ടിയുള്ള ഗൗരവമായ ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം വർഗീയ ശക്തികളുടെ ഭാഗത്തു നിന്നാണ്. വർഗീയ ശക്തികളിൽ ഏറ്റവും പ്രധാനം RSS ആണല്ലോ. RSSന് ചില പ്രത്യേക അജണ്ടകളുണ്ട്. ഇന്ന് RSSൻ്റെ ഒരു അജണ്ട പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. RSS ഇങ്ങനെ ആദ്യം വലിയ പ്രഖ്യാപനം നടത്തി പിന്നെ ചുരുങ്ങി വരികയാണ്. അതിൽ കുമ്മനം രാജശേഖരൻ RSS ആണല്ലോ. അദ്ദേഹത്തെ BJPയുടെ പ്രസിഡൻ്റായി കൊണ്ടുവന്നതാണല്ലോ. RSS നിയോഗിച്ചതാണല്ലോ. കുമ്മനം രാജശേഖരൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾ 70-ലധികം സീറ്റ് നേടാനാണ് പോകുന്നത്. ഇവിടെ ഈ കേരളത്തിൽ BJP 70-ലധികം സീറ്റ് നേടാൻ പോകുന്നുവെന്ന് പറയുന്നതാരാ? BJPയുടെ പുതിയ പ്രസിഡൻ്റായി വന്ന കുമ്മനം രാജശേഖരൻ. ഇപ്പോൾ അമിത്ഷാ വന്നിട്ട് പറഞ്ഞത് 30 എന്നതിൽ ഒതുങ്ങാം. 30 പറഞ്ഞിട്ട് 10-ൽ കേന്ദ്രീകരിച്ച് നിൽക്കണം എന്നാണ്. ഈ നമ്പറുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു സാധാരണ നമ്പറായിട്ട് പറയുന്നതാണ് നമുക്ക് തോന്നും. അങ്ങനെയല്ല, അതിനൊക്കെ ചില ഉദ്ദേശങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പറയുക. അതാണ് RSS ഇത്തരത്തിൽ ഇത് അവതരിപ്പിക്കുന്നത്. അമിത്ഷായൊക്കെയാണ് പറയുന്നതെങ്കിലും RSSൻ്റെതാണ് ഈ നിലപാട്. അപ്പോൾ 10-ൽ ഇപ്പോൾ തന്നെ പ്രധാന നേതാക്കളെ നിർത്തുകയാണ്. ഈ 10 വെച്ചാണ് ആലോചനകൾ. ചില ആലോചനകൾ നേരത്തെ നടക്കുന്നുണ്ട്. കാരണം RSS ലക്ഷ്യമിടുന്നത് കുറച്ച് സീറ്റുകൾ മാത്രമാണ്. അക്കൗണ്ട് തുടങ്ങണം. അതൊന്നോ ഒന്നിലധികമോ ആകാം. നേരത്തെ ഇങ്ങനെ അക്കൗണ്ട് തുടങ്ങാനുള്ള ചില സഹായങ്ങൾ കോൺഗ്രസ് ചെയ്തിരുന്നു. അതായിരുന്നു വടകര ബേപ്പൂർ മോഡലൊക്കെ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ പരുങ്ങലിലാണ്. RSS നല്ലതുപോലെ ശക്തിപ്പെടുമെന്ന് വിചാരിച്ചെങ്കിലും തകർന്നു കിടക്കുകയാണ്. ആ സാഹചര്യത്തിൽ രണ്ടു കൂട്ടർക്കും പഴയ അജണ്ട ഒന്നുകൂടി പുറത്തെടുത്താലോ എന്നുണ്ട്. അതിൻ്റെ ചില ആലോചനകൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. സീറ്റിൻ്റെ എണ്ണത്തെക്കുറിച്ചുള്ള ചില ചർച്ചകളും നടന്നു എന്ന വിവരവും പുറത്തുണ്ട്. ഇതിൽ RSSൻ്റെ പ്രതിനിധികളുണ്ട്. ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതൃത്വവും ഇക്കാര്യത്തിൽ തൽപരരായി മുന്നോട്ട് പോകുന്നുമുണ്ട്. അതാണ് ഈ 10-ൻ്റെ പ്രാധാന്യം. 10-ൽ കേന്ദ്രീകരിച്ച് നിൽക്കുക, കിട്ടുന്നിടത്ത് വെച്ച് മുറിക്കാം. ബാക്കിയുള്ളിടത്തൊക്കെ ഞങ്ങൾ തിരിച്ച് സഹായിക്കാം. ആർക്ക്? ഇവരെ സഹായിക്കുന്നവർക്ക്. ഇതാണ് ശരിക്കുള്ള RSSൻ്റെ ഉന്നം. ഇത് നമ്മുടെ നാട്ടിൽ നേരത്തെ നടന്നിട്ടുണ്ട്. ആ നടന്ന ഘട്ടത്തിലെല്ലാം അതിനെതിരെ ശക്തമായ പ്രതികരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ നീക്കക്കാർക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് സംഭവിച്ചത്. കുറച്ച് ദിവസം മുമ്പ്, അധിക നാളായില്ലല്ലോ, നമ്മൾ കണ്ടതല്ലേ ഒരു തെരഞ്ഞെടുപ്പ് ഫലം. എന്തായിരുന്നു RSSൻ്റെ പ്രതീക്ഷ? RSS എന്തോ മഹാമേരുവാകാൻ പോകുന്നതാണ് ധരിച്ച്. കാരണം വെള്ളാപ്പള്ളി നടേശൻ കൂടെ വരുന്നു. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ SNDPയുടെ ജനറൽ സെക്രട്ടറി. അപ്പോൾ RSS കണക്കാക്കിയതും വെള്ളാപ്പള്ളി മനസ്സിൽ കണക്കൂട്ടിയതും, വെള്ളാപ്പള്ളി നടേശൻ ചെന്ന് RSSൻ്റെ കൂടെ നിന്നാൽ SNDPക്കാരായവർ മുഴുക്കെ വെള്ളാപ്പള്ളിയുടെ കൂടെ ചെന്ന് RSSന് കീഴിൽ നിൽക്കുമെന്നാണ്.
പക്ഷേ നമ്മുടെ നാട്ടിൽ ശ്രീനാരായണ ദർശനം അംഗീകരിക്കുന്നവരാണല്ലോ ശ്രീനാരായണീയർ. അവർ പച്ചയായി തന്നെ വെള്ളാപ്പള്ളിയോട് പറഞ്ഞു, ഞങ്ങളെ കാക്കണ്ട, നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ നിന്നോ, ഞങ്ങൾ ശ്രീനാരായണ ദർശനം അംഗീകരിക്കുന്നവരാണ്, ഞങ്ങൾ അങ്ങോട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ശ്രീനാരായണ ദർശനവും RSSും തമ്മിൽ ഒരു ബന്ധവുമില്ല. ബന്ധമില്ല എന്ന് മാത്രമല്ല, പരസ്പര വിരുദ്ധാണ്. ഈ നിലപാട് ശ്രീനാരായണീയർ എടുത്തതോടെ വെള്ളാപ്പള്ളി നടേശൻ പൂർണ്ണമായി ഒറ്റപ്പെട്ടു. നേരത്തെ സമ്മതിച്ചതായിരുന്നു ഡൽഹിയിലൊരു കസേര. ഇപ്പം ആ കസേര സമ്മതിച്ചവരെടുത്തു കളഞ്ഞു. ഒരു കസേരയില്ല എന്ന് ഇവരോട് പറഞ്ഞു. കാരണം ഇവരുടെ കയ്യിൽ വലിയ കോപ്പമൊന്നും ഇല്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇതെന്തുകൊണ്ടാ? ശ്രീനാരായണീയർ ശരിയായ നിലപാടെടുത്തു. ശ്രീനാരായണീയർ അടക്കമുള്ള കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് ശരിയായ നിലപാടെടുത്തു. മതനിരപേക്ഷ മനസ്സെങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? കേരളത്തിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ മഹാഭൂരിപക്ഷം പേരും മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. അങ്ങനെയാണ് മതനിരപേക്ഷ മനസ്സ് രൂപം കൊള്ളുന്നത്. ആ മതനിരപേക്ഷ മനസ്സ് ഈ ആപത്ത് തിരിച്ചറിഞ്ഞു, വർഗീയതയുടെ ആപത്ത് തിരിച്ചറിഞ്ഞു. വർഗീയതയോട് കള്ളക്കളി കളിക്കുന്ന ഉമ്മൻചാണ്ടിയും കൂട്ടരെയും തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി വലിയ വിജയമായിരുന്നു അന്നേരം പ്രതീക്ഷിച്ചിരുന്നത്. കാരണം SNDPക്കകത്ത് ധാരാളം CPIMുമായി സഹകരിക്കുന്നവരുണ്ടല്ലോ. അവരൊക്കെ RSSൻ്റെ കീഴിൽ പോകുന്ന ഉമ്മൻചാണ്ടി ധരിച്ച്. അപ്പോൾ CPIM ദുർബലമായി പോകും, നല്ല രീതിയിൽ ജയിച്ചു വരാം, ഇതായിരുന്നു കണക്കൂട്ടൽ. എന്താ സംഭവിച്ചത്? കനത്ത പരാജയം UDFനും ഉമ്മൻചാണ്ടിക്കും ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതാണല്ലോ സംഭവിച്ചത്. അപ്പോൾ മതനിരപേക്ഷ മനസ്സിൻ്റെ ജാഗ്രതയാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഗ്യാരണ്ടി. ഈ വളർന്നു വരുന്ന സംഭവ വികാസം വളരെ കരുതലോടെ മതനിരപേക്ഷ മനസ്സ് വീക്ഷിക്കേണ്ടതാണ്. പ്രത്യേക ലക്ഷ്യത്തോടെ വർഗീയതയ്ക്ക് കേരളത്തിൽ ഇടം നൽകാൻ ഉള്ള നീക്കങ്ങൾ ആസൂത്രിതമായി നടക്കുന്നു. അതിനുള്ള അണിയറ ഒരുക്കങ്ങൾ നടക്കുന്നു. അത് കണ്ടുകൊണ്ട് മതനിരപേക്ഷ മനസ്സ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളിതെല്ലാം ചേർത്തുള്ളൊരു മുദ്രാവാക്യമാണ് നാടിൻ്റെ മുന്നിൽ വെക്കുന്നത്. അതാണ് മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളം എന്നത്. നമ്മുടെ നാട് നമുക്ക് പുനർനിർമ്മിക്കാനാവണം. എല്ലാ പ്രാഭവത്തോടെയും ഈ നാടിനെ വീണ്ടെടുക്കാനാവണം. ഇതാണ് ഈ മാർച്ച് കേരളത്തിൻ്റെ മുന്നിൽ ഉയർത്തുന്ന സന്ദേശം. ഇതിനായി നാടിനെ സ്നേഹിക്കുന്ന, നാടിൻ്റെ ഭാവിയിൽ താല്പര്യമുള്ള മുഴുവൻ ആളുകളും സഹകരിക്കുകയും പിന്താങ്ങുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന അഭ്യർത്ഥന. മാർച്ചിന് നിങ്ങൾ ഗംഭീരമായ സ്വീകരണമാണ് ഒരുക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തണലിരിക്കുന്നവരെല്ലാം ഇപ്പോഴിവിടെ ഇരുന്നിട്ടുണ്ട്. അല്ലാത്തവരൊക്കെ വെയിലിൻ്റെ ഭാഗമായി സ്ഥലം വിട്ടിട്ടുണ്ട്. ഇതാ ഈ സൈഡും നമ്മുടെ സ്ത്രീകളിരുന്ന ആ സൈഡും വെയിൽ വന്നപ്പോൾ ആ കസേരയിലുള്ളവരും എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ഇതാണ് കാലം ഇടുക്കിയായാലും എന്ന് ഇനി അങ്ങോട്ട് സംഘാടകർ മനസ്സിലാക്കിക്കോളിൻ. നിങ്ങളിവിടെ ഒരുക്കിയ ഗംഭീരമായ സ്വീകരണത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നവകേരള മാർച്ചിനോട് അനുബന്ധിച്ച് പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്. ഇടവേളയിലേക്ക്. പുതിയ പാരഗൺ സ്കൂൾ ഷൂസുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ റീറ്റെയിൽ ഷോപ്പുകളിലും ലഭ്യം.
കോളടിച്ചു മുതലാളി. ഒടുവില തങ്കച്ചിയും വന്നു കടം ചോദിക്കേ. വരണം വരണം തങ്കച്ചി. നമസ്കാരം മുതലാളി. കേട്ടല്ലോ മകളുടെ വിവാഹം നിശ്ചയിച്ചുവെന്ന്. ആ മുതലാളി, വളരെ നല്ല കുടുംബത്തിന്നാ. വല്ല പണമോ മറ്റോ വേണമെങ്കിൽ? വേണ്ട മുതലാളി, ഇതിനു വേണ്ടി ഞാൻ ഗ്രാമീണ തപാൽ ലൈഫ് ഇൻഷുറൻസ് നേരത്തെ എടുത്തിരുന്നു. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വേറെ പോളിസിന്മേൽ ലോൺ എടുക്കും. ഞാൻ വന്നത് മുതലാളിയെ ക്ഷണിക്കാൻ മാത്ര. ഗ്രാമീണ തപാൽ ലൈഫ് ഇൻഷുറൻസ് എന്നും തിളങ്ങട്ടെ നിങ്ങളുടെ പകിട്ട്. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഇടയാക്കുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. പൊതു സ്വകാര്യ വ്യവസായശാലകളിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ട്രേഡ് യൂണിയൻ നേതാക്കളുമായും തൊഴിലാളികളുമായും അദ്ദേഹം കൊച്ചിയിൽ ചർച്ച നടത്തി. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ FACT, HMT, HOCL, HIL, പോർട്ട് ട്രസ്റ്റ്, ഷിപ്പ്യാർഡ് എന്നിവിടങ്ങളിലെയും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ടെൽക്കിലെയും വിവിധ സ്വകാര്യ വ്യവസായശാലകളിലെയും തൊഴിലാളികളും തൊഴിലാളി സംഘടനാ നേതാക്കളുമായുമാണ് പിണറായി വിജയൻ ആശയവിനിമയം നടത്തിയത്. ലാഭത്തിലിരുന്ന സ്ഥാപനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സംഘടനാ നേതാക്കൾ വാചാലിതരായി. 50 കോടി വരെ ലാഭമുണ്ടാക്കിയ ടെൽക്കിന്ന് 33 കോടി നഷ്ടത്തിലാണ്. ഫലപ്രദമായ ഒരു എഫിഷ്യന്റ് മാനേജ്മെന്റും സർക്കാരിന്റെ പിന്തുണയും ഉണ്ടെങ്കിൽ ടെൽക്കിനെ തൊട്ടടുത്ത വർഷത്തിൽ തന്നെ ലാഭകരമാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഈ നഷ്ടങ്ങളെല്ലാം ആസൂത്രിതമാണ്. മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ വ്യവസായ വകുപ്പിന്റെ അനാസ്ഥയുമാണ് ഇത്ര വലിയ ഒരു തകർച്ചയ്ക്ക് കാരണമായി കാണുന്നത്. 10 മാസമായി ശമ്പളം ലഭിക്കാത്തതിനാൽ സമരം നടത്തുന്ന HOCLലെ തൊഴിലാളികളും മറ്റ് വിവിധ വ്യവസായ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും പിണറായി വിജയന് നിവേദനങ്ങൾ കൈമാറി. നിവേദനങ്ങൾ സ്വീകരിച്ച അദ്ദേഹം വിശദമായി പരിശോധിച്ച് ഉചിതമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ഫേസിന്റെ പ്രശ്നം അതീവ ഗുരുതരമായതാണ്. തുറമുഖത്തിന്റെ പ്രശ്നവും അതിനേക്കാളും ഗുരുതരമാണ്. അങ്ങനെ ഓരോ നടത്താനും ഗുരുതരമായ പ്രശ്നങ്ങളാണുള്ളത്. അതോടൊപ്പം കരിമണൽ കിട്ടാത്തതിൻ്റെ പ്രശ്നത്തിൽ ഇവിടെയുള്ള കമ്പനിക്ക് വരുന്ന പ്രയാസവും ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾക്കൊക്കെ സ്വാഭാവികമായും പിന്തുണ ഞങ്ങളുടേത് ഉറപ്പിക്കാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കരുത്ത് നേടുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ ശ്രമം നമുക്ക് നടത്തുകയും വേണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.